സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇൻക്യുബേറ്റർ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ ഫാം സെറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുമൊക്കെ കേരളത്തിൻ്റെ ഒട്ടുമിക്ക ജില്ലയിലും യാത്ര ചെയ്തിട്ടുണ്ട്. നിലവിലിപ്പോൾ ഞാനുള്ളത് കുവൈറ്റിലാണ്. നമ്മളെ നാട്ടിൽ യാത്ര ചെയ്യുമ്പം പല ഏരിയയിലും പല രീതിയിലാണ് നമ്മളെ കോഴിക്കും കാടക്കും അടിയിലൊക്കെ ഈ ചപ്പിട്ട് കൊടുക്കുന്നത്. വയനാട് ജില്ലയിൽ കാപ്പി വേസ്റ്റ് ഉപയോഗിക്കുന്നവരുണ്ട്. അതുപോലെ കോഴിക്കോട് ചകിരിച്ചോറ്, ഈർച്ചപ്പൊടി അങ്ങനെയൊക്കെ ഉണ്ട്. അതായത് മേഖലയിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് പലരും ഉപയോഗിക്കുന്നത്. അതിനൊക്കെ അത്യാവശ്യം നല്ല കോസ്റ്റ് വരുന്നുണ്ട്. ചകിരിച്ചോറിന് 150-200 രൂപ വരെ റേറ്റ് വരുന്ന സ്ഥലമുണ്ട്. അതുപോലെ മരം അറക്കുന്ന ഈർച്ചപ്പൊടി എന്ന് പറയുന്ന സംഭവം, അതിനൊക്കെ പലരും പല റേറ്റിലും വാങ്ങിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫാമിൻ്റെ മേഖല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത്യാവശ്യം തകർന്ന് നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പം നമുക്ക് മാക്സിമം ചിലവ് ചുരുങ്ങിയ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ഞാനിവിടെ കുവൈത്തിൽ വെച്ചിട്ട് കണ്ടു. ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഇത് പുല്ലാണ്. പുല്ല് ഉണക്കിയിട്ട് അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പെട്ടെന്ന് ഡ്രൈ ആകുന്നുണ്ട്, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ ചെയ്ത് നിങ്ങൾ നോക്കുക, നല്ലൊരു ഗ്രൗണ്ടിൽ ഫുള്ളായിട്ട് പുല്ല് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇവരിത് വളർത്തുന്നത് നനച്ച് കൊടുത്തിട്ടാണ്. അവരെ ഒരു വീടും ഒരു എന്താ പറയുക അവധികാല വസതിയായിട്ടത്. അപ്പോൾ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അവരിവിടെ വരും. അപ്പോൾ അവർക്ക് പിള്ളേർക്കൊക്കെ കളിക്കാനൊരു സ്ഥലമാണ്. എന്നാൽ ഇവിടെ ഈ പുല്ല് വളർന്ന് വരുമ്പം അവരിത് കട്ട് ചെയ്തെടുക്കുക ചെയ്യുക. നല്ല രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിനെ ഉണക്കിയിട്ട് സൂക്ഷിക്കും. അങ്ങനെയാണ് ഇവിടെ ചെയ്യുന്ന രീതി. ഇത് സാധാരണ നമ്മൾ കത്തി വെച്ചിട്ടൊന്നുമല്ല അവർ കട്ട് ചെയ്തെടുക്കുന്നത്. അതിനതിൻ്റേതായ ടൂളുകൾ വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെയുള്ള റാസ് കട്ടർ വെച്ചിട്ടാണ് ഇവരിത് കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്യുമ്പോൾ തന്നെ വളരെ ചെറുതായി അത് കിട്ടുന്നതിനോട് നല്ല രീതിയിൽ ഉണക്കിയിട്ട് എടുത്ത് വെക്കും. എവിടെയെങ്കിലും ഒന്ന് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ ചിലവ് ചുരുങ്ങിയ രീതിയിലാണ് ഈ കാര്യങ്ങൾ നടന്നു പോവുക. നമ്മളെ നാട്ടിലാകുമ്പം പറമ്പിലൊക്കെ അത്യാവശ്യം നല്ല പുല്ലുള്ള സ്ഥലങ്ങളുണ്ടാകും. ലെവലുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതിൽ നമ്മൾ കോഴിയെയും കാടനെയും ഒക്കെ ഇടുമ്പം പെട്ടെന്ന് അതിൻ്റെ വേസ്റ്റൊക്കെ പെട്ടെന്ന് ഡ്രൈ ആയി വരുന്നുണ്ട്. അങ്ങനെയൊക്കെ പല ഗുണങ്ങളും ഉണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ കാണാം.